കൂട്ടുകാരെ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളത് ആ രീതിയിൽ കേട്ടിട്ട് അത് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. നമ്മളിപ്പം ഒരാളുടെ കഴിവിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും ഒരാളുടെ കഴിവിനെ തിരിച്ചറിഞ്ഞിട്ട് ആ കഴിവിനെ ഒരിക്കലും നമുക്ക് എത്രത്തോളം നമ്മുടെ മനസ്സിൽ അയാൾക്ക് കഴിവുണ്ടെന്ന് തോന്നുന്നു അത്രയും നമ്മൾ ആ കഴിവിനെ അംഗീകരിക്കുകയും ആ കഴിവിനെ തിരിച്ചറിയാനും ശ്രമിക്കണം. നമ്മൾ ഒരാളെ എപ്പോഴും താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ ഒരാളെ എപ്പോഴും ദ്രോഹിക്കാനോ ഒന്നുമായിട്ട് ശ്രമിക്കരുത്. കാരണം നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർ സാമൂഹിക ജീവികളാണ്. നമ്മൾ സമൂഹത്തോടും മറ്റുള്ളവരോടും എപ്പോഴും കടപ്പാടും കടമയും നന്ദിയും സ്നേഹവും കടപ്പാടും എല്ലാം സൂക്ഷിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. നമ്മളൊരിക്കലും മറ്റൊരു വ്യക്തിക്ക് ദ്രോഹം ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനോ ഒരാൾക്ക് ശല്യമാകുന്ന രീതിയിൽ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഒരാളെ മുറിവേൽപ്പിക്കാനോ പാടില്ല. അതാരായാലും അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. നമുക്ക് ഇപ്പം സമൂഹത്തിന് പല തരത്തിൽ ഓരോ കാര്യങ്ങളിലും ഓരോ അഭിപ്രായങ്ങളും വ്യക്തി സ്വാതന്ത്ര്യങ്ങളും ഉണ്ടാവും ഓരോ വ്യക്തികൾക്കും. അത് മനസ്സിലാക്കി ആ ഭാഗത്ത് നിന്നുകൊണ്ട് മറ്റ് ഉള്ള ആൾക്കാരുടെ മനസ്സിൽ എന്താണ് അത് നമ്മൾ മനസ്സിലാക്കിയ ഒരാളോട് എപ്പോഴും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയൊക്കെ നിൽക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ഒരാളെ വിഷമിപ്പിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും പാടില്ല. അത് മറ്റൊരാൾക്ക് വിഷമം എത്രത്തോളം ഉണ്ടാകുന്നു, ഒരാൾക്ക് എന്തോരം സങ്കടം തോന്നുന്നു നമുക്കൊരിക്കലും അത് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ സാധിക്കത്തില്ല. നമ്മളുടെ ഭാഗത്ത് ആ അനുഭവം വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഇന്ന് ചെയ്യുന്ന തെറ്റുകൾക്ക് ഫലം നമ്മളുടെ മക്കളും നമ്മളുടെ കുടുംബത്തിലുള്ളവരും തന്നെ അനുഭവിക്കേണ്ടത് വരും. നമ്മളിപ്പം നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നല്ലത് എപ്പോഴാണെങ്കിലും നാളെയാണേലും ഇന്നാണേലും നമുക്കത് തിരിച്ച് നമ്മുടെ ഭാഗത്ത് അനുകൂലമായിട്ട് സമയം മാറുന്നതനുസരിച്ച് നമുക്കത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലം നമുക്ക് ലഭിക്കും. അതിപ്പോൾ നിങ്ങൾ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫലവും ലഭിക്കും. മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിപരീതമായിട്ട് നിങ്ങൾക്ക് മോശാനുഭവങ്ങളും കഷ്ടതകളും ഒക്കെ വന്നു ചേരും. അത് നമ്മളുടെ ഭാവിയായിട്ട് ഒരുപാട് ബന്ധമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ സ്നേഹം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സ്നേഹം, മറ്റുള്ളവരോട് സ്നേഹവും ബഹുമാനവും കൊടുക്കേണ്ട സാധനങ്ങളിൽ ബഹുമാനം കൊടുക്കുക. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുന്ന രീതിയിലും അവരോട് ഇഷ്ടപ്പെടാനും അവരോട് സ്നേഹിക്കാനും ശ്രമിക്കുക. സുഹൃത്തുക്കളെ അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. സാമ്പത്തികം ഇല്ലാത്ത വ്യക്തികളെ സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമുക്കതിനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ മറ്റു വ്യക്തികളെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊരു കൈ മറ്റൊരു വ്യക്തിയെ ഉയർത്താൻ വേണ്ടി നമ്മുടെ കൈ നീട്ടി നമ്മൾ ഒരാളെ രക്ഷിക്കാൻ നമ്മൾ കൈ ഉയർത്തുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി 1000 കൈകൾ പല ഭാഗത്തു നിന്നും ഉയരുന്നതായിരിക്കും. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ലെങ്കിലും അത് ഭാവിയിൽ കുറച്ച് കാലം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും ഫലം നമുക്ക് അനുഭവിക്കേണ്ട സമയം വരുമ്പം നല്ല ഫലങ്ങൾ ലഭിക്കും. അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള തിന്മകളുടെ ഫലവും നമുക്കത് ലഭിക്കേണ്ട സമയത്ത് ലഭിക്കുക തന്നെ ചെയ്യും. ഒന്നിൽ നിന്നും നമുക്ക് ഒളിച്ചോടാനോ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെയോ അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെയോ നമുക്ക് ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെയോ ഒന്നും തിരുത്താനോ നമുക്കാവത്തില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും എല്ലാവരോടും സ്നേഹത്തോടെയും അതുപോലെ കൂടുതലായിട്ട് മറ്റു വ്യക്തികളെ ദ്രോഹിക്കാതെയൊക്കെ മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം നമുക്ക് ആ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നതായിരിക്കും. ഏത് സാഹചര്യവും ഏത് പരിസ്ഥിതി ഘട്ടങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ പതറത്തില്ല. ഒരാളുടെ മുമ്പിൽ നമ്മൾ തോറ്റു പോകത്തില്ല. നമുക്ക് നമ്മളിൽ വിശ്വാസം വേണം. അതുപോലെ ദൈവത്തിലും വിശ്വാസവും ഭക്തിയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും മറികടന്ന് നല്ല സാഹചര്യങ്ങളെ നമുക്ക് തന്നെ വാർത്തെടുക്കാനും നമുക്ക് നന്മ വരുത്തക്ക കാര്യങ്ങളും മറ്റു വ്യക്തികൾക്ക് ദോഷം വരാതെ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരാളെ സന്തോഷവാനാക്കാനും
അതുപോലെ നമ്മൾക്ക് ജീവിതത്തിൽ ഓരോ ആൾക്കാർക്കും കൊടുക്കേണ്ട റെസ്പെക്റ്റും മൂല്യമൊക്കെ കൊടുത്തുകൊണ്ട് നമുക്കൊരാളെ ബഹുമാനിക്കാനും സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മളുടെ ആ ഒരു വ്യക്തിത്വത്തെ വികസിപ്പിച്ചെടുക്കാനും അതിനെ വളർത്തിക്കൊണ്ട് നമുക്ക് ശരിയായ രീതിയിൽ മറ്റു വ്യക്തികൾക്ക് പ്രചോദനമായി മാർഗദർശനമായിട്ട് മാറാനും സാധിക്കുന്നതാണ്. നമ്മൾ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥകൾ സംഭവിക്കും. ആ അവസ്ഥകളിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളുടെ സത്യസന്ധതയും നമ്മളുടെ ആത്മാർത്ഥമായ പരിശ്രമവും മാത്രമാണ് നമുക്ക് എപ്പോഴും പ്രേരണയായും നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് ഉള്ളൊരു മാർഗദർശനമായിട്ട് മാറത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് ആണ് നമുക്ക് ഫലം കിട്ടേണ്ടത്. അല്ലാതെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളുടെ ഫലം നമ്മൾ ഒരിക്കലും ആരിൽ നിന്നും വാങ്ങാൻ ആഗ്രഹിക്കരുത്. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ എന്ത് കാര്യങ്ങളാണോ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് നമ്മൾ ആ കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മളുടെ ആ ഒരു സ്വന്തം ആത്മവിശ്വാസത്തിലും നമ്മളുടെ കഴിവിനെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ആ ഒരു ആർജവത്തോടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലതും നേടിയെടുക്കാനും സമ്പാദിക്കാനും നമുക്ക് അതിൽ നിന്ന് മൂല്യങ്ങൾ വർദ്ധിക്കുന്ന അനുസരിച്ച് നമുക്ക് മറ്റു വ്യക്തികളെ സഹായിക്കാനും സാധിക്കുന്നതാണ്. നമ്മുടെ അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. എന്തൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ നമുക്ക് നേടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു സ്വപ്നവും ഒരു ആഗ്രഹവും ലക്ഷ്യവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പലപ്പോഴും പറ്റുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ മാത്രമാണ്. നമ്മൾ നന്മ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നന്മ വരും. നിങ്ങളുടെ ജീവിതത്തിന് ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നല്ലൊരു സാഹചര്യത്തിലേക്ക് മറികടക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ ഒരു മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വളർച്ചയൊക്കെ വികസിപ്പിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. അവനവൻ്റെ ആത്മവിശ്വാസമാണ് എല്ലാത്തിനും ഒരു അടിസ്ഥാന ഘടകം. നമുക്ക് ആത്മവിശ്വാസമുണ്ട്. നമുക്ക് കഴിവ് ഇല്ലെങ്കിൽ പോലും നമ്മളുടെ ആത്മവിശ്വാസം നമുക്ക് ഒരു നിലനിൽപ്പ് നൽകുന്നതാണ്. നമ്മളുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ആ ഒരു കഴിവിനെ വികസിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ ആത്മവിശ്വാസത്തെ ഒരു പടിയെങ്കിലും നമ്മൾ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിലും തോറ്റു പോകത്തില്ല. നമ്മുടെ ഒരു ആത്മവിശ്വാസവും നമ്മുടെ കരുത്തും നമ്മുടെ മനസ്സിൻ്റെ ഒരു ശക്തിയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആരുടെ മുമ്പിൽ തോക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല. നമുക്ക് ഏതൊരു സാഹചര്യത്തെയും പ്രതികൂല സാഹചര്യത്തെ പോലും നമുക്ക് അനുകൂലമാക്കാൻ കഴിയും. കാരണം നമുക്ക് രണ്ട് കൈകളും ദൈവം തന്നിട്ടുണ്ട്, കാലുമൊക്കെ ഉണ്ട്. അപ്പോൾ അതില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. അവരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പം നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നില്ല, നിങ്ങൾക്കായിട്ടൊന്നും ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങളുടെ ശരികളെ കണ്ടെത്താൻ ശ്രമിക്കണം. അല്പസമയം ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് എന്തൊക്കെ പറ്റിയിട്ടുണ്ട്, എന്തൊക്കെ പറ്റാത്ത കാര്യങ്ങളുണ്ട്, അത് പറ്റാതെ ജീവിതത്തിൽ പോയതിൻ്റെ കാരണങ്ങൾ എന്താണ്, നിങ്ങൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയും അതൊരു കാര്യഗൗരവത്തോടെ എടുത്തുകൊണ്ട് നിങ്ങളതിനെ നിങ്ങളുടേതായ രീതിയിൽ അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി എല്ലാ കാര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ആത്മാർത്ഥതയും വേണം, ഒരു സത്യസന്ധതയും വേണം. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണ്. സത്യത്തിന് മാത്രമാണ് എപ്പോഴും 100 ആയുസ്. ഒരിക്കലും സത്യം തോറ്റു പോകത്തില്ല. സത്യം ഇന്ന് ജയിച്ചില്ലെങ്കിൽ നാളെ സത്യം അതിശക്തമായ രീതിയിൽ തന്നെ നമ്മളെ ജയിപ്പിക്കും. നമുക്ക് ജീവിതത്തിലും നമ്മുടേതായ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്ന നമ്മളുടെ ആത്മവിശ്വാസവും നമ്മളുടെ സംഘർഷങ്ങളോട് പൊരുതി നിൽക്കാനുള്ള കഴിവുമാണ്. നമ്മളെവിടെയാണ് തോറ്റുപോകുന്നത് അവിടുന്ന് നമുക്കൊരു ജയം ഉണ്ടാകുന്നതാണ്. ഇന്ന് നമ്മൾ പുറകോട്ട് പോയാൽ നാളെ നമ്മൾ അതിൽ ശക്തമായ രീതിയിൽ ആ പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് മുമ്പിലേക്ക് ശക്തമായ രീതിയിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും മുമ്പിലോട്ട് പോവുകയും ചെയ്യും. ഒരു അസ്ത്രം അല്ലെങ്കിൽ ഒരു അമ്പും വില്ലും ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ അത് പുറകിലോട്ട് എത്രത്തോളം ശക്തിയിൽ വലിച്ചിട്ട് വിടുന്ന അത്രയും നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് അത് കൃത്യമായി ചെന്ന് തറച്ചു കയറുന്നതായിരിക്കും. അത് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരു
വിശ്വാസം ഉണ്ടാകണം. സ്വന്തം ആത്മാവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ നിന്നുണ്ടാകുന്നതാണ്. അത് നമ്മളുടെ ഒരു അടിസ്ഥാന കാര്യങ്ങളെ നേടിയെടുക്കാനുള്ള ഒരു മൂല്യമായിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ മുമ്പിൽ എപ്പോഴും പ്രകാശിച്ച് നിൽക്കുന്ന ഒരു കരുത്താണ് നമ്മുടെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തെ വളർത്തിയെടുക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ജീവിതത്തിൽ അടിപതറത്തില്ല. അവൻ്റെ കരുത്ത് അവന് ജയിപ്പിക്കാനുള്ള എല്ലാ ശക്തിയും അവൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സ്വന്തം ആത്മവിശ്വാസം തന്നെയാണ്. ആ ആത്മവിശ്വാസത്തെ വളർത്താൻ ശ്രമിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് തന്നെ സംഭവിച്ചോട്ടെ, നിങ്ങൾ തോറ്റുപോയിക്കോട്ടെ, പല പ്രാവശ്യം തോക്കുന്ന വ്യക്തികൾക്ക് പിന്നെ ജയിക്കുമ്പം അവൻ്റെ വിജയം സുനിശ്ചിതം തന്നെയാണ്. ആ വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടി നോക്കുന്നു, അതാണ് നിങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിലെ എപ്പോഴും ഒരു കരുത്തായിട്ട് മാറുന്നത്. നിങ്ങൾ നിങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ സ്വന്തം ഇച്ഛാശക്തിയിലൂടെ ആർജിച്ചെടുക്കാനും വേണ്ടി ശ്രമിക്കണം. സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളും ഓരോ കഴിവുകളും നമുക്ക് നമ്മുടെ മൂല്യങ്ങളും എല്ലാം ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഒരു കഴിവിനെ വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡിൽ എപ്പോഴും ഉറച്ചു നിൽക്കണം. ഒരാൾ പറഞ്ഞുകൊണ്ട് നമ്മളല്ലാതായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റുകയോ അല്ലോ നമ്മളല്ലാതായി മാറി വേറൊരു രീതിയിലാകാനോ ഒന്നും ശ്രമിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും നേട്ടം ഉണ്ടാകത്തില്ല. നമ്മളെന്താണോ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു നേരുണ്ടായിരിക്കണം, ഒരു സത്യം ഉണ്ടായിരിക്കണം. സത്യത്തിൽ മാത്രമാണ് എപ്പോഴും നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആ സത്യത്തിൻ്റെ ആ ഒരു കരുത്ത് നിങ്ങൾ നേടിയെടുക്കാനും ആർജിക്കാനും വേണ്ടി ശ്രമിക്കണം. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാം വിജയങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിലും പതറിപ്പോകത്തില്ല. നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ മുമ്പോട്ട് പോകാനും അതുപോലെ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാനും ആത്മധൈര്യവും സംഘർഷങ്ങളോട് പൊരുതാനുള്ള കരുത്തും നിങ്ങൾക്ക് എന്നും ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഞാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം, നിങ്ങൾക്ക് നന്നായിട്ടാണ് തോന്നുന്നോ അത് ചീത്തയായിട്ടാണോ എന്നൊന്നും എനിക്കറിയാനൊക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് മൂല്യം തരുന്ന നിങ്ങളുടെ കഴിവുകളെ എങ്ങനെ വികസിപ്പിക്കേണ്ടതെന്ന അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കഴിവുകൾ എങ്ങനെ നിങ്ങൾക്ക് മറ്റു വ്യക്തികളുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ടാറ്റ.